സന്നിധാനത്തെ വിവരങ്ങൾ അറിയാനുണ്ട്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. അവിടെ മഴ എങ്ങനെയുണ്ട് വിഷ്ണു? ഇപ്പോഴും ശക്തമായ മഴ പെയ്യുന്നുണ്ടോ? ദർശനത്തെ ഇത് ഏതെങ്കിലും തരത്തിലൊക്കെ ബാധിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു? ഗുഡ് മോർണിംഗ്. നിലവിൽ ശബരിമലയിൽ മഴ തോർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ചെറിയ രീതിയിലുള്ള ചെറുതായുള്ള ചാറ്റൽ മഴ മാത്രമേ ഇവിടെയുള്ളൂ. അത് ദർശനത്തിന് യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല. ഇന്ന് ഇതിനോടകം രാവിലെ 6 മണി പ്രകാരമുള്ള കണക്ക് പ്രകാരം 20,000-ഓളം ആളുകൾ ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, ദർശനത്തിൽ വലിയ തിരക്ക് കുറവുണ്ടായിരുന്നു. ആളുകൾ ഈ ഫ്ലൈ ഓവറിലും കാര്യങ്ങളിലും ഒന്നും ആളുകളെ കയറ്റേണ്ട ഒരു സാഹചര്യം ഇല്ലാതെ തന്നെ നേരിട്ട് ദർശനത്തിന് കയറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ രീതിയിലുള്ള പൂർവാധികം മറ്റു ദിവസങ്ങളിലേതുപോലെ തന്നെ കാലത്തുണ്ടാവുന്ന തരത്തിലുള്ള ഒരു തിരക്ക് കാണുന്നുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രി എല്ലാവരും വലിയ രീതിയിലുള്ള മഴ സന്നിധാനത്തും പമ്പയിലും മറ്റും ഉണ്ടായിരുന്നു. പമ്പയിൽ അതുകൊണ്ട് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് കുളിക്കുന്നതിനുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പമ്പയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ആളുകളെ നിലവിൽ കുളിക്കാനായി അനുവദിച്ചിട്ടുള്ളൂ. മറ്റു ഭാഗങ്ങളിലെല്ലാം പോലീസ് കർശനമായ നിയന്ത്രണമുണ്ട്. അതുപോലെ തന്നെ വടം കെട്ടി ആളുകൾക്ക് ഇറങ്ങുമ്പോൾ കാനനപാത വഴിയുള്ള മലകയറ്റത്തിന് നിരോധനമുണ്ട് അല്ലേ? അതെ, ഇന്നലെ രാത്രി മഴ തുടർന്ന സാഹചര്യത്തിൽ കളക്ടർ കാനനപാത വഴിയുള്ള തീർത്ഥാടകരുടെ ദർശനം അത് കാനനപാത വഴിയുള്ള തീർത്ഥാടനം നിരോധിച്ചിട്ടുണ്ട്. താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ നിരോധിച്ചതെന്നാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ നിലവിൽ ഉണ്ടായിരുന്ന ഭക്തരെ അവരെ ഇന്നത്തെ സാഹചര്യം വിലയിരുത്തിയ ശേഷം അവരെ പുറത്തെത്തിക്കുന്ന, അതായത് തീർത്ഥാടനത്തിന് അനുവദിക്കുന്ന ഒരു സാഹചര്യവും പരിശോധിക്കുന്നുണ്ട്. ഏതായാലും കാനനപാതയിൽ വലിയ രീതിയിലുള്ള മഴ ഇന്നലെ രാത്രിയോടെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ആണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ആ വഴിയുള്ള മൂടൽമഞ്ഞും എല്ലാം ഭക്തർക്ക് പ്രതികൂല സാഹചര്യമാണ് യാത്ര ചെയ്യാനായിട്ടുള്ള. അതുകൊണ്ടും അതുപോലെ മലയിടിച്ചിലടക്കമുള്ള സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ തീർത്ഥാടകർക്ക് ആ വഴിയുള്ള ദർശനം നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ നിലവിൽ തുടരുന്ന കുറച്ച് ഭക്തരുണ്ട്. അവരെ പുറത്ത് എത്തിക്കുന്ന തീർത്ഥാടനത്തിന് അനുവദിക്കുന്ന സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. മഴ കാരണം കുറവ് വന്നിട്ടുണ്ടെന്ന് പറയാൻ ആവില്ല. ഇന്നലെ ഞായറാഴ്ച ഒരു ദിവസം രാവിലെ വലിയ തിരക്ക് കുറവുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ 18-ാം പടിയിലടക്കം വലിയ രീതിയിലുള്ള ആളുകളുണ്ട്. നടപ്പന്തലിലും വലിയ രീതിയിലുള്ള ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട് ദർശനത്തിനായി. അപ്പോൾ സാധാരണഗതിയിൽ ഇന്നലെ നേരിട്ട് ഇവരെ ദർശനത്തിന് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് കൊടിമരത്തിന്റെ പുറകിലൊക്കെ കാണാം, ആളുകൾ ഫ്ലൈ ഓവർ വഴി കയറി ഫ്ലൈ ഓവറിലൂടെ നിയന്ത്രിച്ച് തന്നെയാണ് ആളുകളെ കയറ്റുന്നത്. പമ്പയിൽ നിന്നാണെങ്കിലും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവർ പോലീസുകാർ പറയുന്നത് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ്, മഴയുടെ പേരിൽ അത്തരത്തിലൊരു കുറവ് വന്നിട്ടില്ല. ഇന്നലെ വന്നത് ഒരു പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ടും ആളുകൾ എല്ലാവരും ഞായറാഴ്ച തിരക്കുണ്ടാവുന്ന ഒരു പ്രതീക്ഷയിൽ നിയന്ത്രിച്ചതിനാലാവണം ഇന്നലെ ഒരു തിരക്കുണ്ടായത്. ഏതായാലും ഇന്ന് ആ തിരക്കിന് യാതൊരു കുറവും വന്നിട്ടില്ല. ആളുകൾ എത്തുന്നുണ്ട്, ഭക്തർ ധാരാളമായി തന്നെ എത്തുന്നുണ്ട്. അതിന്റെ ഒരു തിരക്ക് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. 18-ാം പടിയിലടക്കം വലിയ തിരക്കുണ്ട്. അവിടെ നിന്ന് നേരെ ഫ്ലൈ ഓവറിലോട്ട് കയറിയാണ് ആളുകൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. ഇതിനോടകം രാവിലെ വന്ന കണക്ക് പ്രകാരം 22,000-ഓളം ആളുകൾ ഇതിനോടകം ദർശനം നടത്തി. രാവിലത്തെ ഒരു കണക്ക് വെച്ചിട്ട് ഈ അടുത്ത ദിവസങ്ങളെല്ലാം മണ്ഡലകാലം തുടങ്ങിയ സമയത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം നോർമലായിട്ടുള്ള ഒരു കണക്കാണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. അതുകൊണ്ട് മഴ ഈ തീർത്ഥാടകരുടെ എണ്ണത്തെ ബാധിച്ചു എന്ന് ഇതുവരെ പറയാറായിട്ടില്ല. എന്നാൽ തീർത്ഥാടകർ എത്തുന്നുമുണ്ട്. അതിന് വേണ്ട പ്രിക്കോഷൻസ് എല്ലാം പോലീസ് പമ്പയിലും അതുപോലെ തന്നെ മലയുടെ വിവിധ ഭാഗങ്ങളിലും പോലീസ് നടത്തിയിട്ടുണ്ട്. ആളുകളെ, ഭക്തരെ സഹായിക്കുന്നതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർച്ചയായി പമ്പയിലടക്കം അനൗൺസ്മെന്റുകൾ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ആളുകൾ പുറത്തിറങ്ങുമ്പോൾ, നദിയിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏതായാലും സന്നിധാനത്ത് എല്ലാവരും ജാഗ്രതയോടെ ദർശനം കഴിഞ്ഞ് മടങ്ങാൻ കഴിയട്ടെ.